ഏതു ജന്മ കൽപ്പനയിലെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം. അപ്പോൾ എന്തായാലും ഇനി എന്തൊക്കെയായിരിക്കും ശ്രുതിയുടെയും അശ്വിന്റെയും ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം. അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞങ്ങളിടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ രാധ വന്ന് പറയുന്നുണ്ട്, എന്തായാലും ആ ഒരു കല്യാണം നമുക്ക് ഉറപ്പിക്കാം, ശ്യാമിൻ്റെയും ശ്രുതിയുടെയും കല്യാണം നമുക്ക് ഉറപ്പിക്കാം. ശ്യാം നല്ല ഒരു പയ്യനാണ്, ഇതിനേക്കാളും നല്ലൊരു പയ്യനെ ഇനി ശ്രുതിക്ക് കിട്ടാനില്ല. ശ്രുതിയുടെ ആ ഒരു സ്വഭാവം അനുസരിച്ച് അവൾക്ക് എപ്പോഴും ചാടി തുള്ളിക്കൊണ്ട് നടക്കുന്ന സ്വഭാവമാണ്. ആ ഒരു സ്വഭാവം അനുസരിച്ച് വേറൊരാളെ നമുക്ക് കിട്ടത്തില്ല എന്നൊക്കെ പറയുമ്പോൾ ശ്രുതിയുടെ അച്ഛൻ പറയുന്നതോടെ എനിക്ക് എന്തായാലും എനിക്ക് പ്രശ്നമായിട്ട് തോന്നിയിട്ടില്ല. ശ്രുതിയുടെ സ്വഭാവം എനിക്ക് നല്ലതായിട്ടാണ് തോന്നിയിട്ടുള്ളത്. എന്തായാലും ഈ ഒരു വിവാഹം എടുപിടിന്ന് നമുക്ക് പറഞ്ഞ് നടത്തേണ്ട ആവശ്യമില്ല. എല്ലാം ആലോചിച്ചും കണ്ടും ചിന്തിച്ചും എല്ലാ വശവും കൂടി നോക്കിയിട്ട് നമുക്ക് ഈ കല്യാണം ആലോചിച്ചാൽ മതി, ഇതാണ് എൻ്റെ തീരുമാനം എന്ന് രാധയോട് നമ്മുടെ ശ്രുതിയുടെ അച്ഛൻ പറയുന്നുണ്ട്. എന്തായാലും ഇതിന് ഇനി ഒരു മാറ്റവും ഇല്ല എന്ന് മനസ്സിലായി. അപ്പോൾ എങ്ങനെയെങ്കിലും ശ്രുതിയുടെയും ശ്യാമിന്റെയും വിവാഹം നടത്താൻ വേണ്ടിയിട്ടാണ് രാധ ശ്രമിക്കുന്നത്. എന്തായാലും രാവിലെ തന്നെ ശ്രുതിയും അച്ഛയും അമ്മയും കൂടി അന്ന് അശ്വിനൊക്കെ വന്ന് ശ്രുതി പരിചയപ്പെട്ട ആ ഒരു ശിവന്റെ അമ്പലത്തിലോട്ട് എത്തിയിട്ടുണ്ട്. അങ്ങനെ ഇന്ന് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചതാണ് അച്ഛനും അമ്മയും വരുമ്പോൾ ഈ ഒരു അമ്പലത്തിലോട്ട് കൊണ്ടുവരണമെന്ന്. ഇവിടെ ഒരു വിശേഷപ്പെട്ട ഒരു പ്രത്യേകതയുണ്ട്. ഇവിടെ നമ്മൾ ഒരു പട്ട് വാങ്ങിച്ച് പൂജിച്ച് കെട്ടിക്കഴിഞ്ഞാൽ നമ്മൾ മനസ്സിൽ വിചാരിക്കുന്ന കാര്യം നടക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞ് അമ്പലത്തിലോട്ട് പോയി തൊഴുത് പ്രാർത്ഥിച്ചതിന് ശേഷം പട്ട് വാങ്ങാനായിട്ട് ശ്രുതി പുറത്തോട്ട് പോവുകയാണ്. ഈ സമയത്ത് അശ്വിനും ആ ഒരു അമ്പലത്തിൽ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു പൂജയുടെ സമയവും കാര്യങ്ങളും നോക്കാൻ വേണ്ടിയിട്ടാണ് വന്നിരുന്നത്. അങ്ങനെ പോറ്റിയുടെ അടുത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു കുഞ്ഞ് കരയുന്നത് കണ്ടു. അപ്പോൾ എന്തായാലും പോറ്റി ആ ഒരു കാര്യങ്ങളൊക്കെ നോക്കും, ഞാൻ എന്തായാലും വരാം എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പുറത്തോട്ട് ഇറങ്ങുന്ന സമയത്താണ് ആ ഒരു പയ്യൻ കരഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പോൾ എന്താ സംഭവം എന്ന് ചോദിച്ചപ്പോൾ തൻ്റെ അച്ഛൻ വയ്യാതെ ഹോസ്പിറ്റലിൽ കിടക്കുവാണെന്നും അതുകൊണ്ട് ഇങ്ങനെ ഒരു അമ്പലത്തിൽ വന്ന് പട്ട് പൂജിച്ച് കെട്ടിക്കഴിഞ്ഞാൽ അച്ഛൻ്റെ അസുഖം സുഖമാകും എന്ന് അമ്മ പറഞ്ഞിരുന്നു. പക്ഷെ എനിക്ക് പട്ട് വാങ്ങാനായിട്ട് പൈസ ഇല്ല, അതുകൊണ്ട് വാങ്ങാൻ പറ്റത്തില്ല എന്ന് പറയുകയും എന്നാൽ മോന് വാ, ഞാൻ മോന് പട്ട് വാങ്ങിച്ചു തരാം എന്ന് പറഞ്ഞ ആ ഒരു പയ്യനെയും കൊണ്ട് പട്ട് വാങ്ങാൻ വേണ്ടിയിട്ട് അശ്വിൻ പോകുന്നുണ്ട്. അങ്ങനെ പട്ടൊക്കെ വാങ്ങിച്ച് വന്ന് ആ ഒരു മരത്തിൽ കെട്ടിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ശ്രുതി പട്ട് എല്ലാം നോക്കിയിട്ട് പുറത്തോട്ട് ഇറങ്ങി വരുന്നത്. അപ്പോൾ അശ്വിനെയും ഈ ഒരു പയ്യനെയും കണ്ടു. അപ്പോൾ ഇതെന്താ സംഭവം എന്ന് പറഞ്ഞ് നോക്കിക്കൊണ്ട് നിൽക്കുകയും എല്ലാ പട്ടും ആ ഒരു പയ്യൻ അതിനകത്ത് കെട്ടിയതിന് ശേഷം കുഴപ്പമില്ലല്ലോ, ഇനിയിപ്പോൾ മോന് സന്തോഷമായല്ലോ, ഇനിയിപ്പോൾ എന്തായാലും എൻ്റെ അച്ഛൻ്റെ അസുഖമെല്ലാം മാറും, അതുകൊണ്ട് അച്ഛന് മരുന്ന് വാങ്ങാനെന്നും പറഞ്ഞ് അശ്വിൻ കുറച്ച് പൈസയും കൂടി ആ പയ്യനെ കൊടുത്തിട്ടാണ് പോകുന്നത്. അപ്പോൾ അശ്വിൻ പോയതിൻ്റെ പിറകെ തന്നെ ആ ഒരു പയ്യനോട് വന്നിട്ട് ശ്രുതി ചോദിക്കുന്നുണ്ട്. കാര്യം തിരക്കുമ്പോഴാണ് ഇതേപോലെ അച്ഛന് വയ്യാന്നും പറഞ്ഞിട്ട് എനിക്ക് പട്ട് വാങ്ങിച്ചു തന്നതും മരുന്നെല്ലാം വാങ്ങാൻ പൈസ തന്നതും ആ അങ്കിളാണ് എന്ന് ആ ഒരു പയ്യൻ പറഞ്ഞിട്ട് പോകുന്നുണ്ട്. അപ്പോൾ ശ്രുതിക്ക് മനസ്സിലൊരു സങ്കടം തോന്നി, ഇങ്ങനെയും ഒരാൾ മാറുമോ, അല്ലെങ്കിൽ ദൈവവിശ്വാസിയല്ല, അമ്പലത്തിൽ വരത്തില്ല എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ഒരാള് ഇത്രയും പെട്ടെന്ന് മാറുമോ എന്ന് ശ്രുതി മനസ്സിലിങ്ങനെ വിചാരിക്കുകയാണ്. അങ്ങനെ നേരെ വീട്ടിൽ ചെന്ന ഉടനെ തന്നെ ശ്രുതി തന്റെ ചേച്ചിയോട് ഈ ഒരു കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ട് തുടങ്ങുമ്പോഴാണ് സമയമായി എന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതി ജോലിക്ക് പോകുന്നത്. അങ്ങനെ ജോലിക്ക് പോയി നേരെ അഞ്ജലിയുടെ വീട്ടിലെത്തി. അഞ്ജലിയുടെ വീട്ടിലെത്തിയതിനു ശേഷം അഞ്ജലി ശ്യാമിനെ വിളിക്കുമ്പോൾ കോൾ എടുക്കുന്നില്ല. അങ്ങനെ കോൾ എടുക്കാതെ അവിടെ നിൽക്കുന്ന സമയത്താണ് ശ്രുതി വരുന്നത്. അപ്പോൾ ശ്രുതി അഞ്ജലിയും കൂടി അകത്തോട്ട് കയറുമ്പോൾ അവിടെ ഒരു കർച്ചീഫ് കിടക്കുന്നത് കണ്ടു. അപ്പോൾ ശ്രുതി അത് അഞ്ജലിയെ വിളിച്ചതിന് ശേഷം അതെടുത്ത് അഞ്ജലിയുടെ കയ്യിൽ കൊടുത്തിട്ട് ഇത് മാഡത്തിൻ്റെതാണ്, മാഡത്തിന്റെ കയ്യിൽ നിന്ന് വീണതായിരിക്കും എന്ന് പറഞ്ഞ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു കർച്ചീഫ് കണ്ടപ്പോൾ അഞ്ജലിക്ക് മനസ്സിലായി അത് എൻ്റെതല്ല, ഇത് ശ്യാമേട്ടൻ്റെതാണ്. അപ്പോൾ ശ്യാമേട്ടൻ അതാരാ? അത് എൻ്റെ ഹസ്ബൻഡിൻ്റെതാണ്. ശ്യാമേട്ടൻ എന്ന് പറഞ്ഞപ്പോൾ നീ എന്താ ഇങ്ങനെ നോക്കുന്നതെന്ന് ചോദിക്കുമ്പോഴാണ് എൻ്റെ വീട്ടിലൊരു പെയിൻ ഗസ്റ്റ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലായിരുന്നു, അയാളുടെ പേരും ശ്യാം എന്നാണ്, അതുകൊണ്ടാണ് ഞാനിങ്ങനെ തുറച്ചു നോക്കിയതെന്ന് പറയുകയും അങ്ങനെ പിന്നെ ആ ഒരു പൂജയും കാര്യങ്ങൾക്കുള്ള ഒരു തയ്യാറെടുപ്പിലാണ് അവർ. ഈ സമയത്ത് അശ്വിൻ വീട്ടിൽ വരികയും എന്നിട്ട് പൂജയ്ക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ അശ്വിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ശ്രുതി നോക്കിയപ്പോഴത്തേക്കും ഇതുവരെ പൂജയും കാര്യങ്ങളും ഇഷ്ടമില്ലാത്ത, അല്ലെങ്കിൽ പൂജയും കാര്യങ്ങളിലൊന്നും പങ്കെടുക്കാതെ നിൽക്കുന്ന അശ്വിൻ ഇത്ര പെട്ടെന്ന് ഒരാൾ മാറിപ്പോയോ? അമ്പലത്തിൽ ചെന്നപ്പോഴത്തേക്കും അമ്പലത്തിൽ എല്ലാവരെയും സഹായിക്കുക, പൂജയിൽ പങ്കെടുക്കുക, ഇവിടെ വന്നപ്പോൾ അടുത്ത കാര്യങ്ങളിലും പങ്കെടുക്കുക, ഇതെന്താ കാര്യം എന്ന് രാമേട്ടനോട് ചോദിക്കുന്നുണ്ട്. എന്തായാലും ഈ അന്ധവിശ്വാസികളെല്ലാം ദൈവവിശ്വാസികളായിട്ട് മാറിയോ എന്ന് ശ്രുതി അവിടെ ഉറക്കം നിന്ന് പറയുന്നുണ്ട്. ഇത് അശ്വിൻ കേൾക്കുകയും അങ്ങനെ അശ്വിൻ ശ്രുതിയെ നോക്കുമ്പോൾ ശ്രുതി മൈൻഡ് ഇല്ലാത്ത രീതിയിൽ വെറുതെ നിൽക്കുവാണ്. ഈ സമയമാണ് അഞ്ജലി തൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും ഫോട്ടോ അശ്വിന് കൊണ്ട് കൊടുത്തിട്ട് ഇത് അവിടെ വെച്ചതിന് ശേഷം പൂജിക്ക് അച്ഛൻ്റെ അമ്മയുടെയും ഫോട്ടോയാണ് എന്ന് അശ്വിനോട് പറയുന്നുണ്ട്. അപ്പം ഇത് ശ്രുതിക്ക് കേട്ടപ്പോൾ മനസ്സിലായി ശ്രുതിയുടെയും നമ്മുടെ അഞ്ജലി മാഡത്തിൻ്റെയും അശ്വിൻ സാറിൻ്റെയും അമ്മയുടെയും അച്ഛൻ
അച്ഛൻ്റെ ശ്രാദ്ധാണെന്നും അതിൻ്റെ പൂജയായിരുന്നു, ഞാൻ അറിയാതെ വായിൽ തോന്നുന്നത് പറഞ്ഞു പോയല്ലോ എന്നൊരു കുറ്റബോധം ശ്രുതിക്ക് തോന്നി. അങ്ങനെ നേരെ അശ്വിൻ ആ ഒരു ഫോട്ടോ എല്ലാം വെച്ചതിന് ശേഷം റൂമിലോട്ട് പോകുമ്പോൾ ശ്രുതി വിളിച്ച് സംസാരിക്കുന്നുണ്ട്. സാർ സോറി, ഞാൻ അറിഞ്ഞോട് പറയുന്നതല്ല, അറിയാതെ പറഞ്ഞതാണ് എന്ന് ശ്രുതി പറയുകയും, എന്നാൽ ഇത് കേൾക്കാൻ വേണ്ടി തയ്യാറാകാതെ അശ്വിൻ ദേഷ്യത്തോടെ കയറി പോവാണ്. അങ്ങനെ നിൽക്കുന്ന സമയത്താണ് അഞ്ജലിയെ ശ്യാമ വിളിക്കുന്നത്. എന്നിട്ട് എന്താ സംഭവം, എന്താ ഏട്ടാ വരാത്തേ എന്നൊക്കെ ചോദിക്കുമ്പോൾ, എനിക്ക് അത്യാവശ്യം ജോലിയും കാര്യങ്ങളുണ്ട് രാജകുമാരി, ഞാൻ എന്തായാലും ഉടനെ തന്നെ എത്താം, പിന്നെ ശ്രുതി ഉണ്ടോ അവിടെ, അങ്ങനെയാണെങ്കിൽ ശ്രുതിയോട് അശ്വിൻ്റെ മുന്നിൽ ചെന്ന് പെടാതിരിക്കാൻ പറ, ഇന്ന് അവൻ്റെ ദേഷ്യവും മൂഡ് ഓഫ് ഒക്കെ ആയതുകൊണ്ട് തന്നെ അവൻ്റെ കയ്യിൽ നിന്ന് നല്ലത് കിട്ടും എന്നൊക്കെ പറഞ്ഞതിന് ശേഷം ശ്യാം കോള് വെക്കുന്നുണ്ട്. കോള് വെച്ച് തിരിഞ്ഞ സമയത്താണ് ശ്രുതിയുടെ അച്ഛൻ വരുന്നത്. അപ്പോൾ ഇതാരാ രാജകുമാരി, ഇതാരാ മോൻ സംസാരിക്കുന്നത് എന്ന് ചോദിക്കുകയും, ഉടനെ തന്നെ രാധ വന്നിട്ട് അത് അശ്വിൻ മോൻ്റെ ക്ലൈൻ്റ് ആണെന്നും എപ്പോഴും വിളിക്കും, ഓരോ കാര്യങ്ങൾ ചോദിക്കും, ക്ലൈൻറ്റ് മാത്രമല്ല അശ്വിൻ്റെ അമ്മയുടെ ഒരു ബന്ധുവും കൂടിയാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ ബന്ധുവിൻ്റെ വീട് എവിടെയാണ്? അത് പാലക്കാടാണ്. പാലക്കാടാണോ എന്നാ കറക്റ്റായിട്ട് പറയാം, എനിക്കറിയായിരിക്കുമല്ലോ. ഇല്ല, പാലക്കാടാണ് എന്നുണ്ടെങ്കിലും അവരിപ്പോൾ കറക്റ്റായിട്ട് ബാംഗ്ലൂരാണ് താമസം. ഓ ശരി എന്ന് പറഞ്ഞ് അശ്വിൻ അകത്തോട്ട് കയറി പോവുകയും രാധയും പോകുന്നുണ്ട്. പക്ഷേ ശ്യാമിൻ്റെ ഈ ഒരു പ്രവൃത്തിയും പെട്ടെന്നിങ്ങനെ ഈ തപ്പിയും തടഞ്ഞുള്ള സംസാരങ്ങളും ഒന്നും ശ്രുതിയുടെ അച്ഛന് അത്രയ്ക്കൊന്നും ദഹിക്കുന്നില്ല. എന്തൊക്കെയോ കാര്യങ്ങൾ മനസ്സിൽ മറച്ചു വെച്ചിട്ടാണ് സംസാരിക്കുന്നത് എന്നുള്ളൊരു സംശയം അദ്ദേഹത്തിന് മനസ്സിലുണ്ട്. അതുകൊണ്ടാണ് ഒരിക്കലും ശ്രുതിയുടെയും ശ്യാമിൻ്റെ വിവാഹം എടുപിടിയിൽ നിന്ന് നടത്തണ്ട എന്ന് അദ്ദേഹം പറയുന്നത്. അങ്ങനെ അവരുടെ സംസാരങ്ങളൊക്കെ ഇങ്ങനെ നിൽക്കുമ്പോൾ ശ്രുതി നേരെ അശ്വിനോട് ക്ഷമ ചോദിക്കാൻ വേണ്ടി ചെല്ലുന്നുണ്ട്. അങ്ങനെ ക്ഷമ ചോദിക്കാൻ വേണ്ടി ചെല്ലുകയും എന്നാൽ അതൊന്നും കേൾക്കാൻ വേണ്ടിയിട്ട് അശ്വിൻ തയ്യാറായില്ല. അപ്പോൾ ശ്രുതി ദേഷ്യപ്പെടുകയാണ് ചെയ്തത്. അപ്പോൾ ശ്രുതി ഇത് കേട്ടിട്ട് പറയുന്നുണ്ട്, സാർ എന്തായാലും എന്നോട് ദേഷ്യപ്പെടും എന്ന് എനിക്കറിയാം, പക്ഷേ എനിക്കിത് പറഞ്ഞേ പറ്റത്തുള്ളൂ. എനിക്കറിയാം സാറിൻ്റെ അച്ഛൻ്റെ അമ്മയുടെയും ശ്രാദ്ധായിരുന്നു എന്ന്, പക്ഷെ ഞാനിത് അറിഞ്ഞില്ലായിരുന്നു, അറിയാതെയാണ് ഞാൻ പറഞ്ഞു പോയത്. എനിക്ക് സാറിൻ്റെ ഈ ഒരു വിഷമം മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇങ്ങനൊരു വിഷമം എനിക്ക് എത്രയാണ് സാറിപ്പോൾ അനുഭവിക്കുന്നത് ആ ഒരു സങ്കടമൊന്നും എനിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുമെന്ന് ശ്രുതി അശ്വിനോട് പറയുവാണ്. പക്ഷേ ശ്രുതിക്ക് അമ്മയും അച്ഛനും ഇത് ഇല്ലാത്ത കാര്യം അശ്വിൻ അറിയത്തില്ല. ശ്രുതിയുടെ വളർത്തുന്ന അച്ഛനും അമ്മയാണ് അവരെന്നും അശ്വിൻ അറിയത്തില്ല. അതറിയാതെയാണ് എന്താ കാര്യമൊന്നും ചോദിക്കാതെ അശ്വിൻ ശ്രുതിയോട് ഒരുപാട് പൊട്ടിത്തെറിച്ച് സംസാരിക്കുകയും, എല്ലാവരും ഇങ്ങനെയാണ്, നിനക്ക് എന്താ അറിയാമെന്ന്, ഒരു ദിവസം തൻ്റെ അച്ഛനും അമ്മയും ഒരേ ദിവസം മരിക്കുകയും അവർക്ക് കൊള്ളി വെച്ചിട്ട് വരുന്ന ആ ഒരു മകന്റെ വിഷമം നിനക്ക് എന്തറിയാനാണ് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ദേഷ്യപ്പെട്ടിട്ട് ശ്രുതിയെ ഇറക്കി വിടുവാണ്. അവിടെ വെച്ചാണ് ഇന്നത്തെ കഥ അവസാനിക്കുന്നത്. അപ്പോൾ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത്? എന്തായാലും അശ്വിൻ്റെയും ശ്രുതിയുടെയും ജീവിതത്തിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത സംഭവങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതോടുകൂടി ശ്യാമിന്റെ ചതികളും പുറത്താവാനുള്ള എല്ലാ സാധ്യതകളും കാണുന്നുണ്ട്. അപ്പോൾ പ്രേക്ഷകർക്ക് എന്താണ് തോന്നുന്നത്? തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് വരുന്ന ആളുകളിൽ കണ്ടറിയാം. അതുവരെയും ടാറ്റാ ബൈ.